ഗ്യാസ് വീർപ്പിയൊന്നും വേണ്ട. എങ്ങോട്ടെങ്കിലും പോകാൻ നേരത്തങ്ങ് വീർപ്പിച്ചങ്ങ് വെട്ടും. ഫ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വീർപ്പിയാ ജോലി. അങ്ങോട്ട് കുളിക്കാൻ പോകുന്ന ഒരു വണ്ണം, ഇങ്ങോട്ട് വരുന്നുണ്ടെ വേറൊരു വണ്ണം. കുറെ ആവുമ്പോൾ ജോലി വേലയില്ലാതെ ഇരിക്കുക. നമ്മുടെ ഫോണിലോട്ട് വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഏതാണെന്ന് അറിയത്തില്ല. ഏതൊക്കെ ഏതോ തൊഴിലില്ലാത്തവന്മാരേതോ തൊഴിലില്ലാത്തവന്മാരിങ്ങനെ ഇരിക്കുക. തൊഴിലും വേലയില്ലാത്ത ഏതോ എണ്ണിപ്പറ്റിയൊക്കെ. ഏത് എണ്ണിപ്പറ്റിക്കാന്ന് അറിയത്തില്ല ഇത്ര രോഗം. ഏതെങ്കിലും ചുണനപ്പന്റെ പോലെ ഉണ്ടെങ്കിൽ വാഴ പണ്ടത്തെ പോലെ കാണിച്ചു തരാതെ. ചുണയുടെ അവന് വേണമെങ്കിൽ വാ അതുപോലെ കുട്ടിയെടുക്കാൻ ഇത് വേണം. പണ്ട് പോലെ ഗവൺമെന്റ് ഉണ്ടാക്കിയായിരുന്നു CCTV ക്യാമറയും 5 CCTV ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് സുബ്രഹ്മണ്യം കണിയാൻ അങ്ങനെ മുതുകണിയ വലിയ കോക്കയിലായിരുന്നു. മുതുകണിയാൻ അവിടെ പോകുന്നവരുടെ ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം വന്ന് ഓരോ അമ്മമാരും നിൽക്കും. എന്താ കഥ ഉണ്ടാക്കാനാണ്? ഏത് എന്താ കഥയല്ല. ഇതിന്റെ അത് ഒരു ഫോണേ നമ്മൾ എടുക്കാറില്ല. കണ്ടത് എണ്ണിപ്പട്ടിയൊക്കെ ജോലി വേറെ ഇല്ലാതെ ഇരിക്കുക. ഏതോ എഴുതിയല്ല ഞാൻ കണ്ട പെണ്ണുങ്ങളുടെ ഫോണിൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുക. എന്തിനാണ് ഇതൊക്കെ വിളിക്കുന്നത്? ഈ ഏതാടാ നീ ഏതാടാ ഇത്? ലേസറും അത് ഇതുമായിട്ടൊക്കെ ഇരിക്കുക. മുടിയലോട്ട് ലേസറടി, തലയിലോട്ട് ലേസറടി, മുഖത്തോട്ട് ലേസറടി, ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ലേസറുമായിട്ട് ഇതെല്ലാം പരിപാടികളാ. ഈ പരിപാടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫോൺ വിളിക്കുക, പറയണം കയറി ഇങ്ങനെ ഇരിക്കുക. ഒരു വേലയൊന്നുമില്ല. ഒരു വേലയൊന്നും ഇല്ലാതെ ഇരിക്കുക. പറയാമെന്നതിൽ ഏതോ 3 പെണ്ണുങ്ങളെ ഉണ്ട്. അവരിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അതിവിടെ വേറെ തന്നെ ഇതുവരെ തുറന്നതേ ഇല്ല ഞങ്ങളുടെ ഗേറ്റ്. നേരത്തെ വരാതെ ഇങ്ങനെ എന്തെല്ലാം ഡ്രാമകളാ. കുളിമുറിക്കകത്തോട്ട് പോയാൽ അവിടെ നിന്നാണ് വരുന്നത് ഡ്രാമ. എന്തെല്ലാം ഡ്രാമയാണോ വന്നിട്ട് കുളിമുറി പോയാൽ പിന്നെ തിരിച്ചറിഞ്ഞ് വരുന്ന വേറെ ഇവിടെ മാജിക്ക് സ്ഥലമോ? അവിടെ മാജിക്ക് നടക്കുന്നുണ്ടോ കുളിമുറിക്കകത്ത്? അതിനെ പറ്റുന്ന മാജിക്ക് അവിടെ ഉണ്ടോ? എന്താ മാജിക്കായത്? കുളിമുറിക്കകത്തോട്ട് പിന്നെ അടുക്കളക്കകത്തോട്ട് പോയാൽ ലൈറ്റ് ഓഫ് ചെയ്യാലോ. ലൈറ്റ് ഉടനെ ഓഫ് ആവും. പിന്നെ വേറെ ആരാണ്? അതെല്ലാം മാജിക്കാതെ മാജിക്കാണല്ലോ. മാജിക്ക് എന്താ മാജിക്കാണ് ഇത്? നമ്മൾ ലൈറ്റ് പോയാൽ ഓലയുടെ മാറി കയറണോ? എന്താ മാജിക്ക? എന്നും നടക്കാത്ത മാജിക്കാന്ന് മനസ്സിലാവില്ല. ടെക്നോളജി മാജിക്കാവും. ടെക്നോളജി മാജിക്ക് കുളിമുറിക്കകത്തോട്ട് പോയാൽ പിന്നെ തിരിച്ചറിഞ്ഞല്ലോ നമ്മളല്ല വേറെ ആരാണ്? വേറെ എന്തെല്ലാം മാജിക്കാം. എന്തുകൊണ്ടത്തെ മാജിക്കുക മനസ്സിലാവുന്നതിലൊക്കെ മാജിക്കുന്നത് കുളിമുറിക്കകത്തെ മാജിക്കുക. കുളിമുറിക്കകത്ത് പോയി ഇങ്ങോട്ട് വരുന്നതാണ് നമ്മളല്ലത്. എന്താ മാജിക്കാതെ? എന്തെല്ലാം മാജിക്ക് വേണമെന്ന് വെച്ചാൽ മാജിക്കാൻ കാര്യമാർക്കില്ല. 10ാം ക്ലാസ് കുട്ടികൾ പറയാൻ ഇങ്ങനെ ഇരിക്കുക. ഉമ്മർക്ക് ഈ കാശ് എടുത്താൽ അന്വേഷിക്കണം. ഇത്രയും 10ാം ക്ലാസ് കുട്ടിയുമായിട്ടിരിക്കുന്നവന്മാർക്ക് ഇത്രയും കാശും ഒക്കെ എവിടുന്ന ഈ വെള്ളം അന്വേഷിക്കണം. ഈ 10ാം ക്ലാസ് കുട്ടിയായിട്ടിരിക്കുന്നവന്മാർക്കൊക്കെ 10ാം ക്ലാസ് കുട്ടിയാടിയവന്മാർക്ക് എന്താ ചെയ്യുകയോ? ഇത് ബിനാമിയാണോ പുനാമിയാണോ എന്തുവാണോ നീയൊക്കെ? മനസ്സിലാവില്ല നമുക്ക്. തലയിലോട്ട് ലേസർ പരിപാടി ഇങ്ങനെ ഡയറക്ടർ എനർജി വെപ്പണമായിട്ടിരിക്കുക.
പാലിനകത്തെല്ലാം മായമുണ്ട് ഇപ്പൊ. കടയിൽ കിട്ടുന്ന പാലിനകത്തെല്ലാം പാല് കുടിച്ച ഉടനെ കിഡ്നി പോകുന്ന പാൻക്രിയാസ് പോലെ എന്തൊക്കെയോ സാധനം മായം ഇങ്ങനെ കലർത്തിയാണ് വെച്ചിരിക്കുന്നത്. ആളെ കൂട്ടാൻ ഷുഗറാന്നൊക്കെ പറയുന്നത് കൂട്ടാൻ ഇപ്പൊ പാലിനകത്തൊക്കെ ഏതാണ്ടൊക്കെ കലക്കി വെച്ചാ വിടുന്നത്. മായം ചേർക്കുന്നതിന് കേസ് കൊടുക്കണേ അമ്മമാർക്കൊക്കെ എതിരെ പാലിനകത്തൊക്കെ അതിൽ കലക്കി വെക്കുന്നതിന്. മായം കലർത്തി ഇരിക്കണേ എന്റെ ജോലി. ക്ലാസ്സിലൊക്കെ കൊണ്ടാണ് നടക്കുന്നതിന് കൊണ്ടുപോയ പെണ്ണുങ്ങൾ വാങ്ങിക്കുന്നതല്ലോ. അങ്ങനെ കൈ വണ്ടിക്കൊടുക്കുന്ന ആസിഡ് ഊസിലൊക്കെ പണ്ട് ഞാൻ കണ്ടുവരുത്തി പാലക്കാട് ഒരു കന്യാസ് ആസിഡുമായിട്ട് വരുന്നത്. അത് റീഡായസ്പെൻഷനായിരുന്നു. അവള് ആസിഡ് വാങ്ങിച്ച് നടക്കുന്നത് നമുക്ക് കലക്കി തന്നോണ്ടിരുന്ന ഒരുപാടാണ്. അത് ആസിഡ് വാങ്ങിക്കും. ഇത് അവള് വാങ്ങിച്ചേച്ച് പറഞ്ഞത് അവിടെ കുളിമുറി കഴുകാനാണ് ആസിഡ്. കുളിമുറി ആണെങ്കിലും ആസിഡ് വെച്ച് കഴിയുമോ പൊന്നച്ചാ? കുളിമുറി കഴുകാൻ ആസിഡാകും ഇവിടെ പറഞ്ഞത്. ഒരിതെല്ലാം ആസിഡാണ് വാങ്ങിച്ചത്. ആർക്കാണ്ടൊക്കെ കലക്കിക്കൊടുത്ത് നടക്കുകയാണ് ഇങ്ങനെ. ഇപ്പം പാലിനകത്തല്ല ഇതാ കടയിലെല്ലാം പാല് വയ്ക്കുന്ന ഇപ്പൊ ഇങ്ങനെ ഏതാണ്ടെല്ലാം കലർത്തി കൊടുക്കും ആളുകൾക്ക്. ആളുകളെ ഷുഗറാണെന്ന് പറഞ്ഞു പോയി മരുന്ന് വാങ്ങിച്ച് വിരുങ്ങാന്. മാഫിയ അങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ട് പറയണം നടക്കുക. 10 കുറ്റിയുള്ളതൊക്കെ ഈ മാഫിയയുടെ സംഘത്തിൽ ഇങ്ങനെ, അതുകൊണ്ടാണ് ഇത്രയും പൈസ ഇപ്പൊ. മാഫിയ കാര്യങ്ങളും കാരണന്മാരും നടക്കുക.